ഓണം നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വരവറിയിക്കുന്ന നല്ല കാലമാണ്. ഈ COVID-19 കാലഘട്ടത്തിൽ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം, കേരളത്തിൻ്റെ ആ പഴയ ഐശ്വര്യത്തിലേക്ക് കടന്നു വരാനായിട്ട്. മാവേലിയുടെ മണ്ണിനും മലയാളിയുടെ മനസ്സിനും മധുരം നിറയ്ക്കുന്ന ഓർമ്മകൾ ഉണർത്തുന്ന നല്ലൊരു ഓണക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരു നല്ല ഓർമ്മയുടെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആഘോഷങ്ങളുടെ ഒരു 1000 ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. അതെ, കൊട്ടും കുരവയും ആർപ്പുവിളികളുമായി ഇതാ ഒരു തിരുവോണ നാൾ കൂടി വന്നെത്തി. ഇന്ന് തിരുവോണം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. മലയാളിക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണം. കേരളത്തിന് വിളവെടുപ്പിൻ്റെയും വാണിജ്യത്തിൻ്റെയും കാലം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന ഉത്സവമാണിത്. എന്നാൽ ഈ ഓണക്കാലം കൊറോണ എന്ന മഹാമാരിയെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കോവിഡിനും സാമൂഹിക അകലത്തിനുമൊന്നും മാറ്റിമറയ്ക്കാൻ കഴിയാത്തതാണ് മലയാളിയുടെ ഓണമെന്ന വികാരം. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ അനുസരിച്ചും ആരോഗ്യം സംരക്ഷിച്ചും വീട്ടിലിരുന്നു കൊണ്ടുള്ള ഓണാഘോഷ പരിപാടികളിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും ആരോഗ്യപൂർണമായ ഓണാശംസകൾ നേരുന്നു. ഏവർക്കും എൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ. കുട്ടികളെ, നിങ്ങൾക്ക് ഓണത്തിൻ്റെ ഐതിഹ്യത്തിനെ കുറിച്ച് അറിയാമോ? ഞാൻ അതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്.
പണ്ട് 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 മഹാബലി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മാവേലി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം ശരിക്കും ഒരു അസുര രാജാവായിരുന്നെങ്കിലും വളരെ ദയാലുവായിരുന്നു. ജനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു. തിരിച്ചും പ്രജകളെ വലിയ താല്പര്യമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ആരാണെന്ന് അറിയാമോ? അദ്ദേഹം പ്രഹ്ലാദൻ, അതായത് വിഷ്ണു ഭക്തനായ പ്രഹ്ലാദന്റെ കൊച്ചുമകനായിരുന്നു. അദ്ദേഹത്തിന്റെ കീർത്തി സ്വർഗലോകം വരെ എത്തി. ദേവന്മാർക്ക് അത് കാരണം അസൂയായിരുന്നു അദ്ദേഹത്തിനോട്. കാരണം ജനങ്ങൾക്ക് എല്ലാവർക്കും മാവേലിയെ മതി, ദേവന്മാരെ വേണ്ട. അവരുടെ സങ്കടം വിഷ്ണു ഭഗവാനോട് ചെന്ന് പറഞ്ഞു. വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു എന്ന് അറിയാമോ? വിഷ്ണു ഭഗവാൻ ഒരു കൊച്ചു ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ യാഗഭൂമിയിലേക്ക്, വിശ്വജിത്ത് എന്ന മഹായാഗം നടത്തുന്ന ഭൂമിയിലേക്ക് ഇദ്ദേഹത്തെ കാണാനായിട്ട് പോയി. മാവേലി എന്തിനാ യാഗം നടത്തുന്നതെന്ന് അറിയാമോ? മാവേലിയുടെ ശക്തി ഒന്നുകൂടി കൂട്ടുവാനായിട്ട്, ബലവാനാവാനായിട്ടാണ് ആ യാഗം നടത്തുന്നത്. എന്നിട്ട് ഈ ബ്രാഹ്മണ ബാലൻ വാമനൻ എന്ന പേരിൽ ആ യാഗഭൂമിയിലേക്ക് പോയി. എന്നപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തി എന്ത് വേണമെങ്കിലും ചോദിച്ചു, എന്താ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ആ ബ്രാഹ്മണ ബാലൻ വാമനൻ പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണ് വേണം, എനിക്ക് എൻ്റെ പൂജകളൊക്കെ നടത്താനായിട്ട് എന്ന് പറഞ്ഞു. ഒരു 3 അടി മണ്ണ് മതിയോ എന്ന് ചോദിച്ചു. അത്രയും മതി പറഞ്ഞു. അപ്പോൾ അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യർ അത് വിലക്കി. പക്ഷെ അതൊന്നും ചെവി കൊള്ളാതെ അദ്ദേഹം 3 അടി മണ്ണ് എടുത്തോളൂ, അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ വാമനൻ ആകാശം മുട്ടെ വളർന്നു. എന്നിട്ട് ആദ്യത്തെ അടി സ്വർഗത്തിലും, 2ാമത്തെ അടി ഭൂമിയിലും, 3ാമത്തെ അടി വെക്കാൻ ഇടമില്ല. അപ്പോൾ രാജാവ് മഹാബലി തൻ്റെ ശിരസ് നമിച്ചിട്ട് അതിൻ്റെ ശിരസിൽ 3ാമത്തെ അടി വെച്ചുകൊള്ളാൻ പറഞ്ഞു. അപ്പോൾ പക്ഷേ ഭൂമിയിൽ ജനങ്ങളെ, തങ്ങളുടെ പ്രജകളെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി തരണം എന്നും കൂട്ടിച്ചേർത്തു. അപ്പോൾ വിഷ്ണു ഭഗവാൻ ഒരു വരം കൊടുത്തു. എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ തിരുവോണം നക്ഷത്രത്തിൽ വിളക്ക് കൊളുത്തിയും പൂക്കളം ഒരുക്കിയും സദ്യ ഒരുക്കിയും ജനങ്ങൾ നിങ്ങളെ വരവേൽക്കും. ഇതാണ് ഓണത്തിൻ്റെ ഐതിഹ്യം. ഏവർക്കും ഒന്നുകൂടി ഓണാശംസകൾ. നന്ദി, നമസ്കാരം.
ഈ ആഘോഷത്തിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുമക്കൾക്കും അതിനു പിറകിൽ പ്രവർത്തിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും നന്ദി. ഒരുമയുടെ ഈ ആഘോഷത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.